വരുന്നൊരു വാർത്തയിലേക്ക്. ഛത്തീസ്ഗഡിൽ മുതിർന്ന നേതാവടക്കം 18 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചു എന്നുള്ള വാർത്ത വരുന്നു. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ആർക്കെ വിശദാംശങ്ങൾ? ഉന്മേഷ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാവോയിസ്റ്റ് ബാധിത മേഖലകളിൽ ഈ സുരക്ഷാ സേനയുടെ തിരച്ചിൽ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഈ മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ നടക്കുന്നു എന്ന രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിലടക്കം നടക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സുരക്ഷാ സേന 18ഓളം മാവോയിസ്റ്റ് സംഘാംഗങ്ങളെ വധിച്ചു എന്നുള്ളതാണ് അറിയാനായി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരച്ചിൽ നടപടികൾ മണിക്കൂറുകളോളം നിന്നതാണ്. 3 പോലീസുകാർക്ക് ഈ സംഭവത്തിനിടയിൽ ഏറ്റുമുട്ടലിനിടയിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. കങ്കർ ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ മേഖല ഈ മാവോയിസ്റ്റ് ബാധിത മേഖലകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഏതാണ്ട് 18 മാവോയിസ്റ്റുകളെ വധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ സുരക്ഷാ സേന നൽകുന്ന വിവരം. ഈ മേഖലയിൽ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അടക്കം നടന്നു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബസ്തർ IG സുന്ദർരാജിന്റെ നേതൃത്വത്തിലാണ് ഈ തെരച്ചിൽ നടപടികൾ നടന്നു വന്നത്. ഈ ഓപ്പറേഷനും അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നിരിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.